യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് നടക്കില്ലല്ലോ അങ്ങളെ. കോടതി നിന്ന് അനുമതി വാങ്ങിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കോടതി ഇവളെ നിന്റെ കൂടെ അയച്ചതേ ചികിത്സിച്ച് ഭേദമാക്കാനാ, അല്ലാതെ അടിച്ചു പദം വരുത്താനല്ല. ആ കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ചിലപ്പോ 2 പേട കൊടുക്കേണ്ടി വരും. ഞാൻ നിന്നോട് സംസാരിക്കാനില്ല. അങ്കിൾ എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ മറുപടി ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ കോടതിയിൽ പോണം. നീ വെല്ലുവിളിക്കാണല്ലേ? സത്യം എന്റെ കൂടെ ഉള്ളപ്പോ വെല്ലുവിളിക്കുന്നതിൽ എന്താ തെറ്റ്? നോക്കിക്കോ, നീ ഇതിന് കണക്ക് പറഞ്ഞിരിക്കും. ഓ ശരി, സമ്മതിച്ചു. അച്ഛാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ഞാനിനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. അയ്യോ നന്ദാ, പോവാണോ? ഇവളെ കൂടി കൊണ്ടുപോകോരെ, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി ഇവളെ തല്ലിക്കൊല്ലും. അമ്മ, ഞാനിനി വരുന്നത് കോടതി ഉത്തരവും പോലീസ് പ്രൊട്ടക്ഷനോടും കൂടി ആയിരിക്കും. നോക്കൂ, കൊല്ലാനും ബോംബ് വയ്ക്കാനും കണ്ണു കളയാനും ഒക്കെ അറിയാവുന്നത് അച്ഛമ്മയുടെ ഇപ്പോഴത്തെ ഈ കള്ളിയായ പേരക്കുട്ടിക്ക. ഞങ്ങൾക്കത് വശമില്ല. അറിയാവുന്നത് ഒന്നേ ഉള്ളൂ, നല്ല ചുട്ടാടി. അത് ഞാൻ വെടിപ്പായിട്ട് ഇവക്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടി വന്നാ ഇനിയും തല്ലും. ഇവക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആകെ ഒരു ബഹുമാനം ഇല്ലല്ലോ. ഒന്നുമില്ല ചേട്ടാ. അത് നോണ. നന്ദനങ്ങൾ വന്ന് പോയതിനു ശേഷം തന്റെ മുഖത്ത് വലിയ സങ്കടമുണ്ടല്ലോ. അച്ഛനോട് ഇത്തിരി ദേഷ്യത്തിൽ പെരുമാറിയല്ലേ ഞാൻ? ഇങ്ങോട്ട് സംസാരിച്ച രീതിക്ക് മറുപടിയല്ലേ താൻ കൊടുത്തുള്ളൂ. എന്നാലും കഴിഞ്ഞ 10-22 വർഷമായിട്ട് മകളെയും ഭാര്യ അന്വേഷിച്ചില്ലല്ലോ എന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല. അതാണല്ലോ ശരി. അനിയൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിച്ചിരിക്കുന്നതിന് പകരം സ്വയം ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ആ അത് പോട്ടെ. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കാനല്ലേ നന്ദനങ്ങളുടെ ഇഷ്ടം? ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും അച്ഛമ്മയും തന്റെ അച്ഛനും പ്രിയെ തന്നെ വിശ്വസിക്കുന്ന കണ്ടില്ലേ? ഇത്രയും കാലം അച്ഛനമ്മയെ ഞാൻ എന്തുമാത്രം മിസ് ചെയ്തു. അതിന്റെ പകയല്ലേ താനിന്ന് പ്രിയോട് തീർത്തത്? എന്തൊരു അടിയായിരുന്നോടോ താനിന്ന് അടിച്ചത്? അവളെ തല്ലണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ആ പക്ഷെ വന്നു കയറിയപ്പോ അവൾ കിട്ടി ചാർത്തി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ? അച്ഛമ്മയാണ് ശരിക്കും ഞെട്ടിപ്പോയത്. തന്റെ ഇത്രയും പരുക്കനായൊരു മുഖം ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. താൻ ആദ്യമായിട്ട് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് വെച്ചതാ. അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടോ, തന്റെ അടി കൊണ്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? അത് ഓർക്കണ്ടേ താൻ? പറ്റട്ടെ. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? പ്രിയക്ക് എന്തെങ്കിലും പറ്റുന്നോണ്ടല്ല. അതിന്റെ ശിക്ഷയും വാങ്ങി താൻ അകത്ത് പോയി കിടക്കണ്ടേ? അത് ഞങ്ങള് സഹിക്കണ്ടേ? അരുണമ ആന്റിയെ കോടതി വെറുതെ വിടുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതുവരെ താനാണ് അനുമോൾ എന്നുള്ള സത്യം നമ്മളൊന്ന് മറച്ചു വയ്ക്കുന്നു. ഇത്രയും കാലം താനായി അഭിനയിച്ചതിനുള്ള ശിക്ഷ ഒരു ദിവസം കൊണ്ട് അവൾക്ക് കൊടുത്തു തീർത്താ പോരാ. ഇഞ്ചിഞ്ചായിട്ട് വേണം അവസാനിപ്പിക്കാൻ. അമ്മ വന്ന് സത്യം പറഞ്ഞാൽ പോലും അച്ഛമ്മ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും പറയും ഓർമ്മയില്ലാത്ത അമ്മയെ നമ്മൾ തെറ്റായി സ്വാധീനിച്ചാണെന്ന്. അതിനൊക്കെ ശാസ്ത്രീയമായ വഴികളില്ലടോ, നമുക്ക് ശരിയാക്കാവുന്നേ. ഒരിക്കൽ ശാസ്ത്രീയമായ വഴി നോക്കിയതല്ലേ, എന്നിട്ട് എന്തായി? അന്ന് നടന്നത് എന്താണെന്ന് എനിക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പൂജ. എന്ത്? അന്ന് ആശുപത്രിയിൽ വെച്ച് എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. സെൻട്രൽ ലാബിലേക്ക് അയച്ച സാമ്പിളിൽ എന്തോ ഒരു വലിയ തിരിമറി നടന്നിട്ടുണ്ട്.
അതാണ് സത്യം. ആ, അത് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇനി എന്തിനാ എന്റെ ആവശ്യം? ആന്റി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരോട് ബോധിപ്പിക്കാനാ? എന്നിട്ടും അച്ഛമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയടോ. ആ, അല്ല, അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും ആരായിരിക്കും? അന്ന് വന്ന ആ പാറവിള പവിത്രനില്ലേ, അയാള് തന്നെ ആയിരിക്കും അവളുടെ അച്ഛൻ? ഏയ്, സാധ്യതയില്ല. കാര്യം ഇത്തിരി തരികടയും കള്ളത്തരവും ഒക്കെ ഉണ്ടെങ്കിലും പവിത്രന് ഇവളുടെ അത്രയും വിഷമില്ല. പ്രിയയുടെ ഉള്ളിലുള്ളത് ഒരു പിശാചിന്റെ മനസ്സാണ്. പവിത്രന് മനുഷ്യപ്പറ്റുണ്ട്. അയാളെ പോലെ ഒരാൾക്ക് ഇവളെ പോലൊരു മകള് ജനിക്കില്ല. താൻ നോക്കിക്കോ, സാക്ഷിയുടെയും തേജയുടെയും കൊലപാതകത്തിന്റെ പേരിൽ ഞാൻ അവൾക്ക് ജീവപര്യന്തം തന്നെ വാങ്ങിക്കൊടുക്കും. തന്നോട് ചെയ്ത മുഴുവൻ തെറ്റുകളുടെയും കണക്ക് അവള് ജയിലിൽ കിടന്ന് തീർക്കട്ടെ. എല്ലാ പകയും കണക്കും തീർത്തു കഴിഞ്ഞ് നമുക്ക് മാത്രമായിട്ടൊരു ജീവിതം ഇനി എന്നാ ഉണ്ടാവുക ചേട്ടാ? ഇനിയും അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, ഉറപ്പ്. മാതിരി മോളെ, ഇന്ന് രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങും. അതെന്താ കനകേച്ചി ഇന്നലെ ഒരു പ്രത്യേകത? ഇന്നല്ലേ ഈ വീട്ടിൽ ശരിക്കും വിഷുവും ദീപാവലിയും ഒന്നിച്ചു വന്നത്. എന്തൊരു പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടുന്ന പോലല്ലായിരുന്നു അടി. കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം മുറിക്ക് പുറത്തു വരെ കേൾക്കായിരുന്നു. ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞേ ആ പാവം പെണ്ണിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചാലേ പ്രിയക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ പൂജമോൾ ഉത്തരം പറയേണ്ടി വരും. എന്ത് സംഭവിക്കാനാ മോളെ? നല്ല കാണ്ടാമൃഗത്തിന്റെ തൊലിയല്ലേ. തല്ലി തല്ലി പൂജമോളുടെ കൈ വേദനിച്ചു കാണും. എന്നാലും ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രമുള്ള ധൈര്യം പൂജമൊക്കെ എങ്ങനെ ഉണ്ടായെന്നാ ഞാനും അതാ ആലോചിക്കുന്നേ. അരുണിമ ചേച്ചി കാണാൻ പോയതാ രണ്ടാളും കൂടി. തിരിച്ചു വരുമ്പോ ഇത്രത്തോളം പ്രകോപനം ഉണ്ടാവാൻ മാത്രം എന്താണാവോ ഉണ്ടായത്? എന്തായാലും കാണാൻ നല്ല ചേലായിരുന്നു. കുഞ്ഞു മഹേശ്വരി അമ്മയുടെ മുന്നിൽ നിന്ന് ചീറുകല്ലായിരുന്നോ? സത്യം പറയാലോ മാതിരിമോളെ, ദേവി കാളിരൂപം പ്രാപിച്ച പോലെ തോന്നി. എനിക്ക് വരെ പേടിയായി. അങ്ങനൊന്നും പതിവില്ലാത്തതാ എന്റെ കുട്ടിക്ക്. എന്തു പറ്റിയതാവോ? എന്തു പറ്റാൻ? അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതത് തന്നെ. സഹിച്ച് സഹിച്ച് പൂജമോക്ക് വയ്യാണ്ടായിട്ടാ. ഇപ്പൊ പൂജമൊക്കൊരാവേശമൊക്കെ വന്നു. ഇതുപോലെ അങ്ങ് നിന്ന് ആരും മെക്കിട്ട് കയറാൻ വരില്ല. ദേ, ഇനി നിങ്ങളെല്ലാവരും കൂടെ ഉപദേശിച്ച് ആ പാവത്തിനെ തണുപ്പിക്കാൻ നിൽക്കണ്ട. പൂജമോളോട് കാണിച്ചുള്ള പലിശ പോലും ഇപ്പോഴും ആ പ്രിയക്ക് കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടട്ടെ നല്ല തല്ല്. കനകേച്ചി ശ്രദ്ധിച്ചോന്നറിയില്ല, പതിവില്ലാത്തൊരു അധികാരഭാവം പൂജയുടെ സംസാരത്തിലുണ്ടായിരുന്നു. അവൾ ഇങ്ങനൊന്നും അമ്മയുടെ മുമ്പിൽ വെച്ച് പറയാത്തതല്ലേ. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അങ്ങനെയുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി. മാധുരിമോൾ ഇരിക്കും പോലെ നനഞ്ഞ പടക്കമായി എല്ലാം സഹിക്കാൻ പൂജമോക്ക് കഴിയത്തില്ലെന്ന് എല്ലാവരും അറിയട്ടെ. ഇത്തിരി അധികാരം കാണിക്കുന്നത് നല്ലത് തന്നെ. വെറുതെ ഉപദേശിച്ച് തിരുത്താൻ നിക്കല്ലേ. ഒന്നോർത്ത ചേച്ചി പറയുന്നത് ശരിയാ. എനിക്കോ ഇതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കാലം അല്ലല്ലോ. പുതിയ കുട്ടികൾ സഹികെട്ട് പ്രതികരിക്കുന്നതായിരിക്കും അല്ലേ? ഇതത് തന്നെ. ഇന്നത്തെ പ്രകടനം കണ്ടിട്ട് ഈ ആവേശം പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രിയയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടേ പൂജമോൾ അടങ്ങൂ. ഈ ആവേശത്തിന്റെ പിന്നിലെ മറ്റെന്തോ രഹസ്യം ഉണ്ടോന്നാ എന്റെ സംശയം. എന്തായാലും പൂജമോളുടെ പുതിയ യുദ്ധമുറകൾ മഹേശ്വരി അമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ, അനുക്കുട്ടിക്ക് വർത്തമാനം പറയാനും നടക്കാനും കഴിയുന്നില്ലെന്നേ ഉള്ളൂ. വേദനയെല്ലാം അറിയുന്നുണ്ട്, പാവം. നീ എന്ത് വർത്താനോ പറയുന്ന മധു? വേദന അറിയാതിരിക്കാൻ ഇവളെന്താ വല്ല മരമുട്ടിയാണോ? അല്ലമ്മേ, അങ്ങനെയായിരുന്നെങ്കിലും നല്ലതല്ലേന്ന് ഓർത്തിട്ടാ. അങ്ങനെ ആയാൽ ആളില്ലാതായെന്നാ അർത്ഥം.
ഇവക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റും, ശരീരത്തിൽ ചെയ്യുന്നതൊക്കെ അനുഭവിക്കാനും പറ്റും. തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഞാൻ പണി തരുന്നുണ്ട്, നോക്കിക്കോ. ഈ വീട് തന്നെ ഞാൻ ബോംബ് വെച്ച് ഇല്ലാതാക്കും. പാവം, അതിനെന്തൊക്കെയോ നമ്മളോട് പറയണമെന്നുണ്ട്, ഉള്ളി പറയുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ നമുക്കാവുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും എന്റെ അനുക്കുട്ടി, ഇങ്ങനെ അടികിട്ടാൻ മാത്രം നീ അവളെ എന്താ ചെയ്തത്? അത് നീ അനുമോളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പോയ അവളോട് ചോദിക്കേ. ശരിക്കും അതാ വേണ്ടത്. എന്തിനാ തല്ലിയെന്ന് പറയും വരം അവളെ ഇതുപോലെ തല്ലി നടു ഓടിക്കണം. എന്നാ വേഗം ചെല്ല്, അവള് നിന്ന് തരും.